ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഉപന്യാസവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വിഷയം പ്ലാസ്റ്റിക് വളർന്നു വരുന്ന ഭീകരൻ എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മരണമില്ലാത്ത മരണം വിതയ്ക്കുന്ന ഭീകരൻ. പ്ലാസ്റ്റിക്കിന് ഈ വിശേഷണം നൽകുന്നതാകും ഉത്തമം. കത്തിച്ചു കളഞ്ഞാൽ വായു മലിനീകരണം, മണ്ണിലെറിഞ്ഞാലോ പരിസ്ഥിതി നാശം. ആധുനിക ലോകത്തിൽ ഏറ്റവുമധികം തലവേദന സൃഷ്ടിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ സംസ്കരണ വിഷയം. ഇന്നത്തെ കാലത്ത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പോലും ഒഴിവാക്കാനാവാത്ത വസ്തുക്കളിലൊന്നായി പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിലുണ്ടായ ക്രമാതീതമായ വർധനവ് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഒഴിവാക്കാനാവുന്ന ഈ വില്ലനെ പക്ഷേ താരപരിവേഷം ചാർത്തി അകത്തളത്തിൽ ആനയിക്കാനാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പ്രകൃതിയോടിണങ്ങാതെ മണ്ണിനോട് ചേരാത്ത ഖരമാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക്കുകൾ. അമിതമായാൽ അമൃതവും വിഷം എന്ന ചൊല്ലിനെ അനുസ്മരിപ്പിക്കും വിധം പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉൽപ്പാദനവും ഉപയോഗവും ഭൂമിക്ക് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ജൈവപ്രക്രിയയ്ക്ക് വിധേയനാകാതെ എത്ര നാൾ വേണമെങ്കിലും മണ്ണിനടിയിൽ കിടക്കുവാൻ പ്ലാസ്റ്റിക്കിന് കഴിയും. പരിസ്ഥിതി നാശത്തിൻ്റെ വികൃതമുഖമാണ് ഈ ഭീകരനിൽ നിറഞ്ഞു കാണുന്നത്. ലോകത്തിലാകമാനമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരിശോധിക്കുകയാണെങ്കിൽ ഭാരതം ഇന്ന് തീർത്തും അസുരക്ഷിതമായ ഒരു സ്ഥിതിയിലാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം 8 മടങ്ങിലധികം വർദ്ധിച്ചിരിക്കുന്നു. സമസ്ത മേഖലകളിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാനാകും. കാഴ്ചയിലെ ഭംഗിയും എളുപ്പമേറിയ വൃത്തിയാക്കലും എല്ലാത്തിനുമുപരി വളരെ കുറഞ്ഞ വിലയുമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ആകർഷണ ഘടകങ്ങൾ. കനം കുറഞ്ഞ കവർ മുതൽ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടുന്ന വലിയ വലിയ സാധനങ്ങൾ വരെ ഇന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്. യാതൊരു കാരണത്താലും നശിക്കുകയില്ലെന്ന പ്ലാസ്റ്റിക്കിൻ്റെ പ്രതിരോധഭാവം ഇന്ന് വളരെയധികം ചോദ്യങ്ങൾ പല ദേശത്തും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കടലിൽ കൊണ്ടുപോയി തള്ളുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. കടലിലെ ആവാസ വ്യവസ്ഥയെ ഇത് തീർത്തും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, ഇതാണ് പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന വിപത്തുകൾക്കെതിരെ നമുക്ക് ചെയ്യാനാകുന്നത്. തുടക്കത്തിൽ ഉപയോഗം ഇല്ലാതാക്കുക എന്നത് അസംഭവ്യമായി തോന്നുമെങ്കിലും ദൃഢനിശ്ചയത്തിലൂടെ നമുക്കത് മാറ്റിയെടുക്കാനാകും. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.